ബാഴ്സലോണ ഫേവറേറ്റ് ക്ലബ് ആയതുകൊണ്ടായിരിക്കും ലൂക്ക മോഡ്രിച്ചിനെതിരെ അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ ഒരു ഇൻസൾട്ടിങ് സംഭവം വന്നിട്ട് റിയാക്ട് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ശരിയെന്നും തെറ്റെന്ന് തോന്നുന്നത് തെറ്റെന്ന് തന്നെയാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ യെസ്, ബാഴ്സലോണയുടെ ഒഫീഷ്യൽ പേജിലൂടെ കഴിഞ്ഞ ഫ്രണ്ട്ലി മാച്ചിനിടയിൽ ലൂക്ക മോഡ്രിച്ചിനെ ഒരു സർക്കാസ്റ്റിക് വേ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ലൈക്ക് എൻ ഇൻസൾട്ട്, അല്ലെങ്കിൽ ഒരു ആക്കൽ തന്നെയായിരുന്നു ആ സംഭവം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാണോ എന്നതാണ് എന്നോടുള്ള ചോദ്യം എന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയർ, അത് നീ ബാഴ്സലോണ ഫാൻ ആയിക്കോട്ടെ, നീ റയൽ മാഡ്രിഡ് ഫാൻ ആയിക്കോട്ടെ, നീ ഏത് ക്ലബിൻ്റെ ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരനോടൊരു ഇഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. പുള്ളി റയൽ മാഡ്രിഡിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന റയൽ മാഡ്രിഡ് സപ്പോർട്ടേഴ്സ് അടക്കം എത്രമാത്രം ഈ പറയുന്ന ടാലൻറ്റിനെ ഡൗട്ട് ചെയ്തിട്ടാണ് ക്ലബിലേക്ക് വന്നതെന്നും അത് കഴിഞ്ഞ് പോകുമ്പോൾ 6 UCL അടക്കം കയ്യിൽ വെച്ചുകൊണ്ടാണ് പുള്ളി പോകുന്നത്. മോസ്റ്റ് ഡെക്കറേറ്റഡ് റയൽ മാഡ്രിഡ് പ്ലെയർ ആയിട്ട് പുള്ളിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന ഒരു താരത്തിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സംഭവിച്ചത് ഇസ് നോട്ട് ലൈക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നില്ല ക്ലബ്ബ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ലൂക്ക മോഡ്രിച്ചിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ക്ലബ്ബിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതും കൂടെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ടേക്ക്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം.